വെറും 25 ലക്ഷം രൂപയ്ക്ക് 1500 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമുകളോട് കൂടിയ ഈ ഒരു വീട് നിർമ്മിക്കാവുന്നതാണ്. ഇതിനെപ്പറ്റി അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ ചോദിക്കും ഇത് എത്ര സ്ക്വയർ ഫീറ്റ് വീടാണ്. കുറച്ചുകൂടി അറിയാവുന്നവരാണെങ്കിൽ ചോദിക്കും ഇതിന് ഏതൊക്കെ മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ വീട് കയറ്റാൻ ഉദ്ദേശിക്കുന്നവരാണോ, അതുപോലെ വീട് കയറ്റിക്കൊണ്ടിരിക്കുന്നവരാണോ, ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുക. വീടിനെ പറ്റിയുള്ള ബഡ്ജറ്റും എല്ലാം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ ഫുള്ളി ക്ലിയർ ആവുന്നതാണ്. എപ്പോഴും നമ്മളെ വീടിൻ്റെ ബഡ്ജറ്റ് തീരുമാനിക്കുന്നത് നമ്മളുടെ പ്ലാനിൻ്റെ സ്ക്വയർ ഫീറ്റും അതുപോലെ തന്നെ മെറ്റീരിയൽ സെലക്ഷനുമാണ്. അപ്പോൾ പല ടൈപ്പിലുള്ള മെറ്റീരിയൽ, ഇപ്പോൾ ഫൗണ്ടേഷൻ മുതൽ ഫിനിഷിംഗ് വർക്ക് വരെ നമുക്ക് ബഡ്ജറ്റായിട്ടും അതുപോലെ തന്നെ ഏറ്റവും കുറവ് എമൗണ്ടിലും സെലക്ട് ചെയ്യാവുന്ന മെറ്റീരിയലും കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമുക്ക് വാൾ എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് വെട്ടുകല്ലിൽ ചെയ്യാം, അല്ലെങ്കിൽ സിമെൻറ്റ് ബ്ലോക്കിൽ ചെയ്യാം. രണ്ടും തമ്മിൽ ഒരു 20% ഡിഫറൻസ് എന്തായാലും ഉണ്ട്. അതുപോലെ തന്നെയാണ് എല്ലാ മെറ്റീരിയൽസിൻ്റെ കാര്യവും. ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന വീട് കാർ പോർച്ച് അടക്കം ടോട്ടൽ വരുന്നത് 1500 സ്ക്വയർ ഫീറ്റ് ആണ്. ഈ ഒരു വീട് ഫുൾ ഫിനിഷ് ചെയ്യാൻ വേണ്ടി വരുന്നത് 25 ലക്ഷം രൂപയാണ്. ഞാൻ എപ്പോഴും ഈ പ്ലാനും 3D എലിവേഷനും ഇൻറ്റീരിയർ ഡിസൈൻ എല്ലാം ചെയ്യുമ്പോൾ റേറ്റ് പറയുന്നത് എപ്പോഴും ഫുൾ കോൺട്രാക്റ്റ് അല്ല, വർക്ക് കോൺട്രാക്റ്റ് കൊടുത്തിട്ട് മെറ്റീരിയൽ ക്ലയൻറ്റ് കൊടുത്ത് ചെയ്യിക്കുമ്പോഴുള്ള റേറ്റ് ആണ്. എപ്പോഴും ഒരു 20% പ്രോഫിറ്റ് ഏതൊരു കോൺട്രാക്ടർക്കും കിട്ടുന്നതാണ് ഏതൊരു കൺസ്ട്രക്ഷൻ വർക്കിലും. അങ്ങനെ വർക്ക് കോൺട്രാക്റ്റ് കൊടുത്ത് ചെയ്യുമ്പോൾ ഒരു 20% ഡിഫറൻസ് വരും. ഓക്കെ, അപ്പോൾ നമുക്കൊരു എഞ്ചിനീയറെ സൂപ്പർവിഷൻ ചാർജ് കൊടുത്തിട്ട് നിർത്തി കഴിഞ്ഞാൽ പ്രോഫിറ്റും അതുപോലെ തന്നെ വർക്ക് ക്വാളിറ്റിയും 100% ഉണ്ടാവുന്നതാണ്. ആദ്യം ഇനി ഈ ഒരു 3D എലിവേഷൻ്റെ പ്ലാൻ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാം. 1500 സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന വീടിൻ്റെ പ്ലാൻ വരുന്നത്. സിറ്റ് ഔട്ട് അത്യാവശ്യം വലുപ്പമുള്ളൊരു സിറ്റ് ഔട്ട് സ്പേസ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. അതായത് 5 മീറ്റർ 80 സെൻറ്റിമീറ്റർ ഉണ്ട് ഈ ഒരു അളവ് ടോട്ടൽ. അപ്പോൾ 5-80 പിന്നെ 5 ഫീറ്റാണ് നമുക്ക് സിറ്റ് ഔട്ടിൻ്റെ വീതി നൽകിയിരിക്കുന്നത്. അത്യാവശ്യം ഒരു 8 സീറ്ററോട് കൂടിയ സിറ്റ് ഔട്ട് സ്പേസ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. സിറ്റ് ഔട്ടിൽ നിന്നും ഡയറക്റ്റ് എൻട്രി വരുന്നത് ലിവിങ് സ്പേസിലേക്കാണ്. ലിവിങ് സ്പേസിൻ്റെ ഈ ഒരു കോർണറിലായിട്ട് ഇവിടെ പൂജ വിത്ത് ഒരു കോർട്ട്യാർഡാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. റൈറ്റ് സൈഡിലായി ഒരു 10 സീറ്ററോട് കൂടിയ സോഫ അറേഞ്ച്മെൻറ്റും അതുപോലെ തന്നെ ഓപ്പോസിറ്റ് വാളിലായി ഒരു TV യൂണിറ്റും അറേഞ്ച് ചെയ്യാവുന്നതാണ്. ലിവിങ് ഏരിയ അത്യാവശ്യം സ്പേഷ്യസ് ആയി തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ലിവിങ് ഡൈനിങ് പാർട്ടീഷൻ വാളായി നമുക്ക് മൾട്ടി വുഡിലുള്ള വർക്ക് നൽകി കഴിഞ്ഞ ഒരു പ്രൈവസിയും ലഭിക്കുന്നതാണ്. ലിവിങ്ങിൽ നിന്നും ഡയറക്റ്റ് എൻട്രി വരുന്നത് ഡൈനിങ് സ്പേസിലേക്കാണ്. ഡൈനിങ് സ്പേസും അത്യാവശ്യം വലുപ്പത്തോടു കൂടിയ 5.8 മീറ്റർ വീതിയും അതുപോലെ തന്നെ 3.2 മീറ്റർ നീളമാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ കിച്ചൺ നൽകിയിരിക്കുന്നത് 320x350 സെൻറ്റിമീറ്ററിൻ്റെ അത്യാവശ്യം 11x12 ഫീറ്റിൻ്റെ കിച്ചൺ സ്പേസ് ആണ്. അത്യാവശ്യം ഒരു ഫ്രിഡ്ജ് എല്ലാം നൽകി സ്റ്റൗവും സിങ്കും കൊടുത്തു കഴിഞ്ഞാലും ടോൾ യൂണിറ്റ് എല്ലാം അത്യാവശ്യം നൽകാവുന്ന തരത്തിൽ വലുപ്പത്തിൽ തന്നെയാണ് കിച്ചൺ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കിച്ചൺ ക്ലോസ്ഡ് കിച്ചണായിട്ടാണ് ഈ ഒരു വീടിൻ്റെ നൽകിയിരിക്കുന്നത്. നമുക്കിവിടെ ഒരു കൗണ്ടറൊക്കെ നൽകി ഒരു 2 സീറ്ററോട് കൂടിയ കൗണ്ടർ സ്പേസ് നൽകി ഓപ്പൺ കിച്ചണായിട്ടും നൽകാവുന്നതാണ്. അതുപോലെ തന്നെ വർക്ക് ഏരിയ സ്പേസും 6.5 ഫീറ്റ് വീതിയും നീളം 320 സെൻറ്റിമീറ്ററും നൽകിയിട്ടുണ്ട്. ഇവിടെ ഒരു ഫയർ സ്പേസും ഈസ്റ്റ് ഫേസ് ചെയ്ത് പുകയില്ലാത്ത അടുപ്പും അതുപോലെ തന്നെ ഇവിടെ ഒരു സിങ്കും കൊടുത്താലും ഇവിടെ ഒരു വാഷിംഗ് മെഷീൻ എല്ലാം സെറ്റ് ചെയ്ത് ചെയ്യാവുന്ന തരത്തിലുള്ള വിഡ്ത്ത് വർക്ക് ഏരിയയ്ക്ക് നൽകിയിട്ടുണ്ട്. ഈ ഒരു വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ 3 ബെഡ്റൂമാണ് നൽകിയിരിക്കുന്നത്. അത്യാവശ്യം വലുപ്പമുള്ള 3 ബെഡ്റൂം സ്പേസ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് വരികയാണെങ്കിൽ മാസ്റ്റർ ബെഡ്റൂം വിത്ത് ഡ്രസ്സിംഗ് സ്പേസോട് കൂടിയാണ് നൽകിയിരിക്കുന്നത്. 12x11.5 ഫീറ്റിൻ്റെ മാസ്റ്റർ ബെഡ്റൂം സ്പേസും അതുപോലെ തന്നെ 250x150 ബാത്റൂം സ്പേസും നൽകിയിരിക്കുന്നത്. അതായത് ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ സെപ്പറേറ്റ് ചെയ്യാവുന്ന തരത്തിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതായത് വാഷ് ബേസിൻ, WC അതുപോലെ തന്നെ ഷവറും നൽകാവുന്ന തരത്തിൽ നീളം കൂടി വീതി കുറഞ്ഞ ടൈപ്പിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു കോമൺ ടോയ്ലറ്റ് സ്റ്റെയറിൻ്റെ താഴെയായിട്ടും നൽകിയിരിക്കുന്നു. ഇവിടെ ബെഡ്റൂം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു ബേ വിൻഡോ നൽകി ഇവിടെ 2 സൈഡിലും 2 ഡോറ് വാർഡ്രോബ് എല്ലാം നൽകാവുന്ന തരത്തിലും ഡിസൈൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ബെഡിൻ്റെ ഹെഡ് ഇങ്ങോട്ട് ഫേസ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു വാർഡ്രോബ് തള്ളി നിൽക്കാതെ ഫുൾ വാള് കവർ ചെയ്ത് നിൽക്കും. അപ്പോൾ നമുക്ക് റൂമിൽ അത്യാവശ്യം സ്പേസ് ആയി തന്നെ തോന്നും. ബാലൻസ് വരുന്ന 2 ബെഡ്റൂം ആണെങ്കിലും ഒന്ന് 13x12 ഫീറ്റിൻ്റെയും രണ്ടാമത്തെ ബെഡ്റൂം 12x12 ഫീറ്റിൻ്റെയും അത്യാവശ്യം വലുപ്പമുള്ള ബെഡ്റൂം സ്പേസ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. രണ്ടാമത്തെ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് നൽകിയിരിക്കുന്നു. ഈ ഒരു ബെഡ്റൂം ഗസ്റ്റ് റൂം ഒരു കോമൺ ടോയ്ലറ്റ് അടുത്ത് തന്നെ സ്റ്റെയറിൻ്റെ താഴെയായിട്ടാണ് നൽകിയിരിക്കുന്നത്. കൺസ്ട്രക്റ്റ് ചെയ്ത് കഴിഞ്ഞ ഫോട്ടോയാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്.
ഒരു ഫുള്ളി കണ്ടംപററി വിത്ത് സ്ലോ പ്രൂഫ് സ്റ്റൈലാണ് ഈ ഒരു വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കാർ പോർച്ച് അടക്കമാണ് 1500 സ്ക്വയർ ഫീറ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ കോൺക്രീറ്റിലാണ് കാർ പോർച്ചിൻ്റെ റൂഫ് ചെയ്തിരിക്കുന്നത്. കാർ പോർച്ചിൻ്റെയും അതുപോലെ തന്നെ ഈ ഒരു ബെഡ്റൂമിൻ്റെ ടോപ്പും റൂഫിങ് ചെയ്തിരിക്കുന്നത് കോൺക്രീറ്റിംഗ് വർക്കിലാണ്. ഈ ഒരു 2 റൂഫ് നമുക്ക് ട്രസ് വർക്കിൽ ചെയ്ത് പാരപ്പറ്റ് കെട്ടി ചെയ്താലും ഈ ഒരു കോൺക്രീറ്റിംഗ് ചെയ്യുന്നേക്കാളും റേറ്റ് ഒന്ന് കമ്മിയായിട്ട് കിട്ടും. അതുപോലെ തന്നെ നമ്മളുടെ സ്റ്റെയറിൻ്റെ ടോപ്പിലായിട്ട് 1 സൈഡ് സ്ലോപ്പായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു 3 പർഗോളയും നൽകിയിരിക്കുന്നു. ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു 8 സീറ്ററോളം ഇടാൻ പറ്റിയ നീളം കൂടിയ സിറ്റ് ഔട്ടാണ് നൽകിയിരിക്കുന്നത്. 5.8ഓളം വിഡ്ത്തോടു കൂടി. അതുകൊണ്ട് തന്നെ സിറ്റ് ഔട്ടിൽ 2 പില്ലറും കാർ പോർച്ചിൻ്റെ എൻഡിലായി ഒരു പില്ലറും ഈ ഒരു കോർണറിലായിട്ട് ഒരു പില്ലർ നൽകിയിരിക്കുന്നു. ഫുള്ളി ക്ലാഡിംഗ് സ്റ്റോൺ ഒഴിവാക്കിയിട്ട് പെയിൻറ്റിങ് വിത്ത് ഗ്രൂ വർക്കിലാണ് ഈ ഒരു വീട് ഫുള്ളി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു വീടിന് ടോട്ടൽ എക്സ്പെക്റ്റ് ചെയ്യുന്ന കോസ്റ്റ് 25 ലക്ഷത്തിന് ഫുൾ ഫിനിഷ് ചെയ്യാവുന്നതാണ്. ഈ ഒരു റൂഫ് ട്രസ് വർക്കിൽ ചെയ്ത് പാരപ്പറ്റ് കെട്ടി ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും ഒരു വീടിൻ്റെ ബഡ്ജറ്റ് തീരുമാനിക്കുന്നത് ആ ഒരു വീടിൻ്റെ മെറ്റീരിയൽ സെലക്ഷനും അതുപോലെ തന്നെ പ്ലാനും 3D എലിവേഷനും വെച്ചിട്ടാണ്. ഇപ്പം നോർമലി നമ്മൾ ബ്ലോക്ക് വർക്കിൽ എല്ലാം ചെയ്യുമ്പോൾ നമ്മൾ വെട്ടുകല്ല് യൂസ് ചെയ്യാറുണ്ട്, ലാറ്ററൈറ്റ് സ്റ്റോൺ. അതുപോലെ തന്നെ നമുക്ക് വെട്ടുകല്ല് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സിമൻറ്റ് ബ്ലോക്ക് യൂസ് ചെയ്യാം. അപ്പോൾ സിമൻറ്റ് ബ്ലോക്ക് ചെയ്യുമ്പോൾ വെട്ടുകല്ലിൻ്റെ അപേക്ഷിച്ചിട്ട് ഒരു 30 രൂപ 40 രൂപ വ്യത്യാസം വരും. ഓക്കെ, ഒരു ബ്ലോക്കുമ്പോൾ ഒരു 30-40 രൂപ വ്യത്യാസം വന്ന ഒരു 1000 സ്ക്വയർ ഫീറ്റുമ്പോൾ നമുക്ക് എങ്ങനെ ഒരു 50,000 ഡിഫറൻസ് വരും. അപ്പോൾ മെറ്റീരിയൽ യൂസ് ചെയ്യുന്ന പോലെ ഇരിക്കും നമ്മളുടെ ബഡ്ജറ്റ്. ഇപ്പോൾ മരത്തിൻ്റെ പോലെ തന്നെ സ്റ്റീലിനും ഒരേ റേറ്റാണ് വരുന്നത്. സ്റ്റീലിൻ്റെ വിൻഡോസ് കാര്യങ്ങൾ യൂസ് ചെയ്തുകൊണ്ട് മരത്തിൻ്റെ യൂസ് ചെയ്യുന്നതായിട്ട് കുറവ് വരുന്നില്ല. ഇപ്പോൾ നമ്മൾ ആഞ്ഞിലി അല്ലെങ്കിൽ കരുവേലകൊക്കെ യൂസ് ചെയ്തിട്ട് മരത്തിൻ്റെ കട്ടില കാര്യങ്ങൾ ഉണ്ടാക്കുമ്പോൾ വരുന്ന റേറ്റിനേക്കാളും കൂടുതലാണ് ഇപ്പോൾ സ്റ്റീലിൻ്റെ വിൻഡോസ് കാര്യങ്ങൾ യൂസ് ചെയ്യുമ്പോൾ വരുന്നത്. അപ്പോൾ മരം തന്നെ സെലക്ട് ചെയ്യായിരിക്കും, അത്യാവശ്യം ട്രീറ്റ് ചെയ്ത മരം സെലക്ട് ചെയ്യായിരിക്കും നല്ലത്. പിന്നെ നമ്മൾ മെയിൻ ഡോറ് കാര്യങ്ങളല്ലെങ്കിൽ നമ്മൾ ബെഡ്റൂം ഡോറൊക്കെ എപ്പോഴും വർക്ക് ഫിനിഷ് ആവുന്ന നേരം, അതായത് പ്ലാസ്റ്റർ വർക്കിന് ശേഷം നമ്മളെ യൂട്യൂബ് ചാനൽ നൽകിയിട്ടുണ്ട്. നമ്മൾ കട്ടില ബോൾട്ട് ചെയ്ത് പിടിപ്പിക്കുന്നതിലൂടെ നമുക്ക് ചെതൽ കാര്യങ്ങൾ വരുന്നതിൽ നിന്ന് കുറവും കിട്ടും. ഇപ്പോൾ മെയിൻ ഡോറ് കാര്യങ്ങളൊക്കെ ഞാൻ യൂട്യൂബിലൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ ഒരു മെയിൻ ഡോറ് ഇപ്പോൾ ഈ ഒരു 3D എലിവേഷൻ നൽകിയിരിക്കുന്ന മെയിൻ ഡോറ് ചെയ്യാൻ നമുക്ക് തേക്കിൽ തന്നെ നോർമലി 6 ഇഞ്ചിൽ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു 30,000-40,000 രൂപയാണ് റേഞ്ച് വരുള്ളൂ. കട്ടിലയും ഡോറും അടക്കം അത്രയാണ് റേഞ്ച് വരുള്ളൂ. അത് ആഫ്റ്റർ കൺസ്ട്രക്ഷൻ ചെയ്യുന്നതിലൂടെ നമുക്ക് ചെതൽ കാര്യങ്ങൾ ഒരു മാക്സിമം കുറയ്ക്കാനായിട്ട് പറ്റും.